വാരി ഉറപ്പില്ല. അപ്പൊ ഞാൻ ഇത് ശരിയല്ല, ഒമ്പരാ 10 ഇപ്പൊ നമ്മള് ദേഹത്തിൽ തീ പിടിച്ച പോലെ എന്റെ അനുഭവം. അങ്ങനെ വേഗം 10 അടിയോളം ഉയർന്ന പള്ളമലയിൽ പൊട്ടിപ്പിടിച്ച് കയറി കാത്തിരിക്കുക. ചാടിയ പറ്റി അവിടെ ഈ കുപ്പിച്ചിലൊക്കെ ഇല്ലേ, അമ്പത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അത് പേസ്റ്റൊക്കെ കിട്ടുന്ന സ്ഥലം അത്. അതില് എനിക്ക് ചാടിയോട് കൂടിയിട്ട് എന്റെ കാലിന്റെ വിരല് ഒടിഞ്ഞിരുന്നു. എനിക്കറിയില്ലത് വിരല് ഒടിച്ചെന്ന് എനിക്കറിയാം. മനസ്സും ശരീരമൊക്കെ ഇവിടെ തന്നെയാണ്. അങ്ങനെ അവിടെ നിന്നിട്ട് വിളിച്ചു. അങ്ങനെ അവിടെ നിന്ന് വിളിച്ചപ്പോ അതിലെ ഞാൻ മാത്രമല്ലേ ചിറ്റമ്പത്തി, ഞാൻ മാത്രമല്ലേ ആ ഇരിക്കുന്ന ബഹളമൊക്കെ ആയിട്ട് കിഴക്കടിക്കലൊക്കെ ബഹളായതുകൊണ്ടാണ് കിഴക്കേ ഗോപുരം തുറന്നത്. കിഴക്കേ ഗോപുരം തുറന്നപ്പോ ആൾക്കാർ കുറെ ആൾക്കാർ ഇങ്ങനെ ഓടിയത്. ആൾക്കാർ നമ്മുടെ ഇവരൊക്കെ ഉണ്ട്, നാരായണൻ, അവരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഓടിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ എത്തിയപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, ഈ അമ്പലത്തിൽ ഈ ഇഡ്ലി പാത്രത്തിന് പേര് മൂടിയുണ്ട്. ആ മൂടിയിൽ വെള്ളം എടുത്തിട്ട് കൊണ്ടുപോയി ഒഴിച്ചു. വേറെ ചെറുപാത്രം ഒന്നുമില്ല അവിടെ. അത് ചോദ്യമൊക്കെ ഉണ്ട്, ആൾക്കാർ ചിരിച്ചിലൊക്കെ ഉണ്ട്, എങ്ങനെ ഇഡ്ലി പാത്രം ഉണ്ട്. അപ്പൊ അവിടെ ഒരു വാരര് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ശരിയാണ്, അന്നത്തെ കാലത്ത് അടം ചൂടുന്നത് ഈ ഇഡ്ലി പാത്രത്തിന് മൂടിയിട്ടാണ്, അത് ശരിയാണ്. അതൊഴിച്ചു നോക്കുമ്പോ ഈ തീരൊഴിക്ക് നമ്മളീ കൊണ്ട് വെള്ളം വെച്ചെന്നാല് അങ്ങനെ നമ്മളെ പടിഞ്ഞാറ് ഗോപുരം തുറന്നപ്പോ നമ്മള് പീടികയിലേക്ക് പോയി. പീടിക പോയിട്ട് അവിടെ ചെറിയ പീടികയിൽ നമ്മുടെ ഉപയോഗിക്കുന്ന പാത്രങ്ങളുണ്ട്, ആ ചെറുപാത്രങ്ങളിലൊക്കെ കൊടുത്തു. ഇതൊന്നും അവിടെ ഏസിയിലില്ല. അങ്ങനെ നോക്കുമ്പോ പുറത്തേക്ക് കണ്ടപ്പോ അത് കോൺക്രീറ്റും ചെയ്തിട്ട് മണ്ണൊക്കെയാണ്. ഞങ്ങൾ തോർത്തുകൊണ്ടിരിക്കും മണ്ണ് വാരി എടുത്ത് കൊണ്ടുവന്നിട്ട് ഓടി വന്നിട്ട് വെള്ളത്തിൽ മുക്കുക. വലിയ പാത്രങ്ങളുണ്ട്, വെറുതെ തിരക്ക് ചെമ്പോക്ക അതിന് മുക്കിയിട്ട് ഓടി ചെന്ന് എറിയ. അല്ലാണ്ട് അടുക്കാൻ പറ്റിയങ്ങട് ഇതിന്റെ മുഖമൊക്കെ പൊള്ളിയിലെ വെച്ചു. അതായത് ഒരു 10-20 അടിയിലും കൂടുതൽ വ്യത്യാസമുണ്ട് പടിഞ്ഞാറ് ഗോപുര. പിന്നെ അവിടെ ആ മതി കല്ല് വരെ പഴുത്തുണ്ട്. എന്റെ അനുഭവം അത് കല്ല് വരെ പഴുത്തിരിക്കും. അപ്പൊ അതിന്റെ ചൂടുണ്ട്. അങ്ങനെ നോക്കുമ്പോ ഒരു പാമ്പുല കണ്ടപ്പോ നിങ്ങളെ കൂടിയിട്ട് പോയിട്ട് എന്താണോ എനിക്ക് ഓർമ്മയില്ല. അന്ന് മോഡം ഹോട്ടലുണ്ട്, അവിടെ ഈ ഫോണുണ്ട്. ആ ഫോണിൽ കൂടി അങ്ങനെ വിളിച്ചു. തൃശ്ശൂർക്ക് വിളിച്ചപ്പോൾ ഇവിടെ പേരെങ്കിലൊന്നുമില്ല, എല്ലാം പോയിരിക്കുന്നു. അന്ന് ചാലക്കുടിയിൽ ഇതേ സമയത്ത് ഭഗവാന്റെ നിശ്ചയമൊക്കെ ചാലക്കുടിയിൽ ഇതേ സമയത്ത് ആയുർവേദ ഫാക്ടറിക്ക് തീപിടിച്ചിരിക്കുക. വാഹനങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ടോ, എല്ലാ തൃശ്ശൂരത്തെ വാഹനങ്ങളൊക്കെ അങ്ങോട്ട് പോയി. പിന്നെ പൊന്നാനി എറിയിച്ചു, പാലക്കാട് എറിച്ചു. ആദ്യം വന്നത് പൊന്നാനി ആനന്ദം എന്ന് പറഞ്ഞ ആളാണ്, അതിന്റെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നൊക്കെ പൊളിച്ചിട്ടൊക്കെയാണ് അത് കിടക്കുന്നത്. അല്ലാണ്ട് വാഹനം കിടക്കാൻ പറ്റില്ല. അവിടെ കുറെ നേരം അടിച്ചപ്പോഴേക്കും ഓസ് തള്ളി കുളത്തിലേക്ക്. ഓസ് എത്തണ്ടേ, വെള്ളം എടുക്കണ്ടേ, എത്തില്ല. പിന്നെ വന്നു പാലക്കാട്. അവസാനം ഗ്യാസായിട്ട് എറണാകുളത്ത് പോയി. അതിന് കത്തിയോടെ അത് രാവിലെ 1:30 തുടങ്ങിയിട്ട് 8 മണി എല്ലാം കൂടി അപ്പോഴേക്ക് പിന്നെ യുദ്ധകാലം കണ്ടെന്ന് പറഞ്ഞാലേ അത് എന്താ പറയുക, നമ്മളിപ്പോ ഇങ്ങനെയല്ല കാണില്ല. ചെമ്പ് പറയുക, ചെമ്പ് അതിന്റെ ഉള്ളിലെ മരം, ആ മരം കത്തിയിട്ട് ഈ നമ്മുടെ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ആ മരം കത്തി കഴിഞ്ഞിട്ട് 3 പറഞ്ഞ് ചിരട്ട കത്തുമ്പോൾ ഒരു സാധനം ഉണ്ടാവും. അതേപോലെ ആ അതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ മരത്തിൽ വിടുക, അത് വേട്ടക്കാർ ഈ പിന്നെ അത്ര വേദനക്ക് സഹിച്ചിട്ട് ഞാൻ ഉള്ളിൽ കയറാൻ പോയി. ആരോഗ്യത്തിലേക്ക് ഉള്ളിൽ കിടക്കി പല പ്രാവശ്യം പോക്ക് അങ്ങനെ തള്ളുകാരിക്കുള്ളൂ, ഒന്നും പറ്റില്ല. കാലിന്റെ വേദന സഹിക്കാൻ വേണ്ടി അപ്പോഴാണ് ഞാൻ കാല് നീര് വന്ന് നിർത്തിയിരിക്കുന്നപ്പോ നല്ല വേദന, നീര് വന്നിരുന്നതല്ലാതെ. അപ്പൊ ഞാൻ വേഗം പിന്നെ മണി അടിക്കുന്നുണ്ട്, അവിടെ കയറി അവിടെ ഇരുന്നിട്ട് മണി അടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കാണ് ഇവിടുന്ന് കൊണ്ടിരിക്കുന്നത് കൊണ്ടുവന്ന് വെച്ച് പിന്നെ തന്തയുടെ അവിടേക്ക് മാറ്റിയത് അവിടുന്ന് എഴുന്നേച്ച് കൊണ്ടിട്ടൊക്കെ ഇതായിരുന്നു. അപ്പൊ ഇതിന് മുമ്പ് ഒരു തീപിടുത്തം ഉണ്ടായി. ഒരു 7-7:30 കൂടിയിട്ട് തീപിടിച്ചു. ഞാൻ പോയി കണ്ടത് 7:00 കൂടിയിട്ട് ഏകദേശം തീപിടിച്ചു. നമ്മുടെ അമ്പലത്തിലിരിക്കുമാതിരി 5 മീറ്റർ ഇന്ത്യ നമ്മുടെ കടയിൽ. അത് ഈ മറ്റേ അയ്യപ്പന്റെ അതില്ലേ, അതായത് കന്നിമൂലന്നെ അവിടെ തീരെ പിടിച്ചു. അങ്ങനത്തെ അമ്മേനെ പിടിച്ചിട്ട് ഓടിയാണ്. ഞാൻ ചെല്ലോടും കൂടി അമ്മയ്ക്ക് എടുത്തിലും കഴിഞ്ഞു. അപ്പഴേക്കപ്പഴൊക്കെ എടുത്തിയാലോ. അപ്പൊ എന്താ വെച്ചാൽ ഈ പറഞ്ഞ മാതിരി സായം പറഞ്ഞ മാതിരി ഇത് എണ്ണ കുടിച്ചിട്ട് അളയേണ്ട കാലായി. അപ്പൊ ഈ തിരികള് വേണ്ട വിധത്തിൽ ശരിക്കും വെച്ചിട്ട് മരത്തിനോട് ടച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ടാണ് കത്തിച്ചേർന്ന് വെച്ചെങ്കിൽ ഇതിങ്ങനെ കുറേശ്ശായിട്ട് ഇങ്ങനെ തീ പിടിച്ചിട്ടുണ്ടാവും. അതിങ്ങനെ കുറെ കാലങ്ങളായിട്ട് വരുമ്പോഴേക്കും അതിങ്ങനെ കയറിയിട്ട് തീ എളുപ്പത്തിൽ പിടിക്കുന്ന രീതിയിൽ ആയി തീർന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഒരു ദിവസം ഇത് വെച്ച് അത് തന്നെ ഉണ്ടായിട്ടുള്ളൂ. അതിന് വേറെ വിഷയമില്ല, അതിന് അക്ഷരത്തൊന്നും ഇല്ല. അവിടെ ആകെ ഉണ്ടായിട്ടില്ല.
അപ്പൊ ഞാൻ വാതിൽ ഇന്നെ വീട്ടിൽ കഴിയുമ്പോഴേക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും DYSP വിളിച്ചു. വീട്ടിലേക്ക് ഒന്ന് പോലീസ് സിക്കുണ്ട്. ആരാണ് പഠിക്കുന്നത് ചോദിച്ചു. ഞാനാണ്. അപ്പൊ എനിക്ക് വയ്യവനെ കെട്ടുക. DYSP വിളിക്കുന്നത് വരാൻ പറ്റും. അപ്പൊ ജീപ്പിൽ കയറി. അപ്പൊ പ്രതിമാരിയാണ് അവരുടെ ചോദ്യം. ഞാൻ വെറുതെ മാതിരിയായിരുന്നു. ഈ വെച്ചതാണൊക്കെ കേസ് അത് വേറെ റോഡ്. അത് റോഡ് വേറെ. ദേശീയനാണ് അവരെല്ലാരും ഉണ്ടായിരുന്നു. ഈ മണി അടിച്ചോട് കൂടി എല്ലാരും എത്തി. ജാതി മതം ഏകം പാവർട്ടി മുസ്ലിംസ് വന്നു, ഹൈദരാബാദ് വന്നു. അങ്ങനെയുള്ള അമ്പലത്തിലെ